ഹലോ, വെൽക്കം ടു മിനിഷ് വ്ളോഗ്സ്. ഇങ്ങനെ നീറ്റായിട്ട് പോക്കറ്റ് വെക്കാൻ പഠിക്കാം നമുക്കിപ്പം പോക്കറ്റ് വെട്ടാനായിട്ട് ഞാനിങ്ങനെ 2 തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തുണി 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തുണിയില്ല നമ്മളിപ്പോൾ പോക്കറ്റ് വെട്ടുന്നത്. പോക്കറ്റ് വെട്ടാനായിട്ട് ഞാനൊരു എൻ്റെ കൈ ഇങ്ങനെ, എൻ്റെ കൈയല്ല, എൻ്റെ ഏകദേശം എല്ലാവരുടെയും കൈ ഒരേ അളവൊക്കെ ആയിരിക്കുമല്ലോ. കൈ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് വെക്കണം. വെച്ചിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച്, കയ്യെക്കാട്ട് 1 ഇഞ്ച് ദൂരം വിട്ടിട്ട് ഇതാ ഇങ്ങനൊരു വര. എന്നിട്ട് അതേപോലെ ഇവിടുന്ന് അതേപോലെ ഇങ്ങോട്ടും ഒരു വര. ഈ കൈ ഇനി ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് കൈ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഞാൻ 7 ഇഞ്ചാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 7 ഇഞ്ച്, ഒരു 6.5 ഇഞ്ച് വെക്കാം, അല്ല 7 വെച്ചേക്കാം. 7 ഇഞ്ച് വെക്കാം നമുക്ക്. ഞാനപ്പം 7 ഇഞ്ച് വെക്കാനായിട്ട് 7ൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ ഇത് രണ്ടും കൂടെ ഞാൻ ഇങ്ങനൊരു ലൈൻ അങ്ങ് കൊടുത്തിട്ട് നമ്മൾ 7 എവിടെ മാർക്ക് ചെയ്തേക്കുന്നോ അതേ തൊട്ട് ഇങ്ങനെ ഈ ഷേപ്പിങ് കൊണ്ടുവരും. ഇതാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന പോക്കറ്റ്. അപ്പം നമുക്കിതിങ്ങ് വെട്ടിയെടുക്കാം. ഇത് തയ്ച്ച് വരുമ്പോൾ ഇത്ര ഉണ്ടാവില്ല, കണ്ടോ. ഇവിടെ വേണ്ട നമ്മുടെ ഡ്രസ്സിൻ്റെ മുകൾ ഭാഗത്ത് വരേണ്ടത്. അവിടെ ഒരു നോച്ചിട്ട് വെച്ചേക്കാമേ, അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ നമുക്ക് മാറിപ്പോവും. ഇങ്ങനെ തിരിച്ച് വെച്ചാൽ പോക്കറ്റ് മേളിലോട്ട് തിരിഞ്ഞിരിക്കും. ആദ്യം തന്നെ ഇതെല്ലാം നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം വെച്ച് മാർക്ക് ചെയ്ത് വേണം വെക്കാൻ. ഇത്ര ആയ ശേഷം ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് റൈറ്റ് സൈഡ്, ഒരു സൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞല്ലോ, റൈറ്റ് സൈഡ് നമ്മൾ ഈ ആം ഹോളും കൂടെ അങ്ങ് ചേർത്ത് പിടിക്കുക കറക്റ്റായിട്ട്. അതേപോലെ നമ്മളുടെ സ്ലിറ്റ് രണ്ടും കൂടെ, സ്ലിറ്റിൻ്റെ ഭാഗവും ചേർത്ത് പിടിച്ചിട്ട് ഇവിടുത്തെ ഈ നോച്ച് ഒന്നുകൂടെ വിസിബിൾ ആകുന്ന പോലെ നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ 1 ഇഞ്ച് മുകളിൽ ഒരു കട്ട് കൊടുക്കുക. 1 ഇഞ്ച് മുകളിൽ ഒരു കട്ട് കൊടുക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഇവിടുന്ന് 7 ഇഞ്ച് ഡിഫറൻസിലല്ലേ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, തുണി കട്ട് ചെയ്തേക്കുന്നത്. ഒരു 7 ഇഞ്ച് അവിടെ നിന്ന് എടുക്കുക. ഒരു 6.5 ഇഞ്ച് അവിടെ നിന്ന് എടുക്കുക. 6.5 ഇഞ്ച് എടുത്തിട്ട് ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം, സൂക്ഷിച്ച് കാണണം. ഇതിനൊക്കെ ചില ട്രിക്കുകളുണ്ട്, അതൊക്കെ മനസ്സിലായെങ്കിലേ കറക്റ്റേ വെക്കുള്ളൂ. പോക്കറ്റ് വൃത്തിയായിട്ട് വെച്ചില്ലെങ്കിൽ പോക്കറ്റ് വെച്ച് ഭയങ്കര വൃത്തികേടാണ്. ആ പോക്കറ്റുള്ള ഡ്രസ്സ് ഇടാൻ തന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും. നമ്മൾ വൃത്തിക്ക് അത് വെച്ചില്ലെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാകത്തില്ല. ഇപ്പം സഞ്ചി തയ്ച്ചിട്ട പോലെ ഇരുന്നാൽ നല്ലതായിരിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ ലൈനില്ലേ, ഈ തുണി, ഒരു തുണി ഇങ്ങോട്ട് മടക്കിയിട്ട് കറക്റ്റ് ആ ലൈനിലോട്ട് ഒരു മാർക്ക് അതേപോലെ ഇവിടെ എൻഡ് വരുമ്പോഴും കറക്റ്റ് മാർക്കിട്ട് നല്ല സൈഡിൽ, നല്ല തുണിയിൽ മാർക്ക്, അതിൻ്റെ സെൻറ്റർ എടുത്ത് അവിടെയും മാർക്ക്, ഇടയ്ക്ക് മാർക്ക് ചെയ്ത് ഈ വര അങ്ങനെ നമ്മൾ അതേൽ വരയ്ക്കണം. കണ്ടോ, ഈ വര വരയ്ക്കാൻ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. അതുപോലെ ഇവിടെ ഇത്ര ആയില്ല, കണ്ടോ, ശ്രദ്ധിച്ചോ. നമ്മുടെ ഈ ഭാഗത്തുള്ള വര തന്നെയാണ് ഇവിടെ ഉള്ള വര തന്നെയാണ് ഇവിടെ നമ്മൾ വരച്ചേക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയുടെ മേൽഭാഗം മേളിൽ നമ്മൾ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഈ മേൽഭാഗം തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ച് പോരുക.
നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന തുണി മേളിലോട്ടുണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ, അവിടോട്ട് തയ്ക്കരുത്. ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് തയ്ച്ച് പോരുക. ആ ലൈനിൽ കൂടെ, നമ്മളിപ്പോൾ വരച്ച ലൈനിൽ കൂടെ ശ്രദ്ധിച്ചോ, ഇതാ വരച്ച ലൈനിൽ കൂടെ തയ്ക്കണേ. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് വരുമ്പോൾ അത് നിർത്തണം അവിടെ. അതേപോലെ ഇവിടെയും. ഇവിടെ തയ്ക്കുമ്പോഴും തല തിരിഞ്ഞ് പോകാതെ നോക്കണം. ഇവിടെ തയ്ക്കുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് തയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരും തുണിയെ. അപ്പം അതിനനുസരിച്ച് എടുത്ത് വെക്കണം ഇവിടെ. ഇപ്പോഴും നമുക്ക് ഇവിടെ കറക്റ്റ് ഈ മാർക്ക് ഇട്ടേക്കുന്നിടത്തുനിന്ന് വേണം തയ്ച്ചു തുടങ്ങാൻ. അതിന് താഴെയുള്ള തുണി അവിടെ നിന്നോട്ടെ. എന്നിട്ട് ഈ ലൈനിൽ കൂടെ തയ്ച്ച് വരിക. എന്നിട്ട് ഇവിടെ വരുമ്പോഴും ആ മാർക്കുണ്ട്, ആ മാർക്കിൽ കൊണ്ടുവന്ന് നമ്മൾ തയ്ച്ച് നിർത്തുക. എന്നിട്ട് നമ്മളിപ്പോൾ ഈ തുണിയെ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറത്തൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അതും ഇവിടെ നമ്മൾ തയ്ച്ചെടുത്തു നിന്ന് മതി, ബാലൻസ് കിടക്കുന്നത് അവിടെ കിടന്നോട്ടെ. ഈ സൈഡും അതുപോലെ എടുത്ത് ഇത് കൊടുക്കുക, ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിവിടെ ഇത്രയും തുണി കിടക്കുന്നില്ലേ, ഇതേ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയണം. അല്ലെ നമ്മൾ തയ്ക്കുമ്പോൾ ഇത് നീറ്റായിട്ട് കിട്ടത്തില്ല നമുക്കിവിടെ. ഇത്രയും തുണി നമുക്ക് വേണ്ട ഇവിടെ. അതുപോലെ ഇവിടെയും. ഇവിടുത്തെ തുണിയെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പം നമ്മളിതെടുത്തിട്ട് ഇവിടെ നമ്മൾ കൈക്കുള്ള മാർക്ക് കൊടുക്കുക. അത് കൈ തയ്ക്കാനുള്ള മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ തയ്ച്ച് തുടങ്ങാം. ഇവിടെ ഷോൾഡറും കറക്റ്റ്, ആംഹോളും കറക്റ്റ് വെക്കണം. അത് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ആംഹോൾ കറക്റ്റ് വെച്ച്, കറക്റ്റ് ഇവിടെ മാർക്കുണ്ട്, ആംഹോളിൻ്റെ കട്ടുണ്ട് അവിടെ, അതിൽ കൂടെ ഇനി പോരുക. എന്നിട്ട് ഇവിടെ നമ്മൾ പോക്കറ്റിൻ്റെ തയ്ച്ചിട്ടുണ്ടല്ലോ, സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, അവിടെ കൊണ്ട് കുത്തി നിർത്തണം. നിർത്തിയിട്ട് ഈ തുണി തിരിച്ചിട്ട് ഈ പോക്കറ്റിൻ്റെ തുണികളില്ലേ, ഇതാ ഇത് കാണുന്നുണ്ടോ, പോക്കറ്റിൻ്റെ തുണികൾ, ഇതാ ഇത് പോക്കറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്, അതിലോട്ട് നമ്മൾ ഇപ്പോൾ ഒരു കറക്റ്റ് ഈക്വൽ വിഡ്ത്തിൽ, അര ഇഞ്ചെങ്കിൽ അര ഇഞ്ച്, കാലിഞ്ചെങ്കിൽ കാലിഞ്ച് അകലത്തിൽ ഇങ്ങനെ തയ്ച്ച് പോരുക. ഉണ്ടോ, ഇങ്ങനെ റൗണ്ട് നീറ്റ് ഇങ്ങനെ തയ്ച്ച് വരണം, നീറ്റ് ഫിനിഷിങ്ങിൽ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ തയ്ച്ച് വീണ്ടും ഇങ്ങോട്ട് പോരാം. ഇതിൻ്റെ പുറത്തുകൂടെ തയ്ച്ചിട്ട് ഇവിടെ നമ്മളിവിടെ കട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഈ ജോയിൻ ചെയ്ത സ്ഥലം അവിടെ വന്ന് നിർത്തണം. നിർത്തിയിട്ട് വീണ്ടും നമ്മൾ
നമ്മളുടെ സ്ലിറ്റ് ഏരിയ ഉണ്ടല്ലോ, ഇവിടെ 1 ഇഞ്ച് താഴത്തെ നമ്മൾ സ്ലിറ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിക്കണം. തിരിച്ച് അതേ തയ്യലിൽ കൂടെ വന്നിട്ട് ആദ്യം നിർത്തിയെടുത്ത് വന്ന് നിന്നുകൊണ്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തയ്ക്കണം. അതിൻ്റെ പുറത്തുകൂടെ തയ്ച്ച് തരണം. എന്നിട്ട് ഇത് നമ്മൾ ഓവർലോക്ക് ഇടണേ. കുറച്ചുകൂടെ തയ്ച്ചിങ്ങ് വന്നിട്ട് ഇപ്പോൾ നമുക്ക് മേളിലോട്ടിങ്ങ് പോരാം. നമ്മുടെ ആ ഹോളിൻ്റെ അവിടോട്ട് ആ തയ്യലിൽ തയ്ച്ച് ഇങ്ങോട്ട് പോരാം. 2 തയ്യലും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പോക്കറ്റ് റെഡി. തുണി തിരിച്ചിട്ട് ഏത് സൈഡിലാണ് പോക്കറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏത് സൈഡിലാണ് പോക്കറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, വൃത്തിക്കാ പോക്കറ്റ് വന്നേക്ക്. ഇവിടെ ആ പോക്കറ്റ് കണ്ടോ, ഇതാണ് പോക്കറ്റ്. നമുക്കിനി നല്ലതായിട്ട് അയൺ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് വേണേൽ ഒരു തയ്യൽ കൊടുക്കാം. ഞാൻ സാധാരണ നല്ലതായിട്ട് അയൺ ചെയ്ത് വെക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ പുറത്ത് തയ്യൽ കൊടുക്കും. പുറത്തെ തയ്യൽ ചിലപ്പം കാണാൻ പറ്റും. ഇല്ലെങ്കിലും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താലും നീറ്റായിരിക്കും. ഇതാ പോക്കറ്റ്. ഇനി നമുക്ക് അപ്പോൾ ഡ്രസ്സ് തയ്ച്ചത് എല്ലാവരും കണ്ടല്ലോ. ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ, സീ യു.